ടി.പി. കേസിൽ 3:30 വിധി പ്രഖ്യാപിക്കുകയാണ് ഡിവിഷൻ ബെഞ്ച്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന ഹർജിയിലാണ് വിധി പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിക്രൂരമായ കൊലപാതകമാണെന്നും പ്രതികളുടെ സങ്കടകഥ കേൾക്കരുത് എന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ പുതുമയല്ലെന്നും പ്രോസിക്യൂഷൻ വാദങ്ങൾ വിചാരണ കോടതി നേരത്തെ തള്ളിയതാണെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ബിനിൽ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ബിനിൽ, വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വാദങ്ങളാണല്ലോ പ്രോസിക്യൂഷൻ ഉയർത്തിയിരിക്കുന്നത്. പരമാവധി ശിക്ഷ തന്നെ പ്രതികൾക്ക് നൽകണമെന്ന് വാദിക്കുന്നു. അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതമാണ് പ്രോസിക്യൂഷൻ നിയമപരമായ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കുന്നത്. 3:30 ആ നിർണായക വിധി ഉണ്ടാകാൻ പോകുന്നു. ഇന്ന് നടന്ന പ്രോസിക്യൂഷന്റെ വാദങ്ങളും പ്രതിഭാഗത്തിൻ്റെ മറിച്ചുള്ള വാദവും എന്തായിരുന്നു ബിനിൽ? പ്രജീഷ്, ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ ആ നിർണായകമായ ശിക്ഷാവിധി പ്രസ്താവത്തിന് ഇനി ഏതാണ്ട് 1.5 മണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത്. ഇന്ന് ആ ശിക്ഷയിലേക്ക് പോകുന്ന കാര്യത്തിൽ മാത്രം ഹൈക്കോടതിയിൽ നടന്നത് 3.25 മണിക്കൂർ നീളുന്ന ചൂടൻ വാദങ്ങളാണ്. അതായത് ആദ്യം പ്രോസിക്യൂഷൻ ഈ കേസ് മുന്നോട്ട് വെച്ചു. അവിടെ പരമാവധി ശിക്ഷയായ വധശിക്ഷയിലേക്ക് പോകണം എന്നതായിരുന്നു കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ കുമാരൻകുട്ടിയുടെ വാദം. അദ്ദേഹം അതിന് വൈകാരികമായ ചില കാര്യങ്ങൾ കൂടി കോടതിയുടെ മുന്നിലേക്ക് വെച്ചു. ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ രീതി, അതോടൊപ്പം തന്നെ CPM-ലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ടി.പി. ചന്ദ്രശേഖരൻ വ്യക്തിവൈരാഗ്യത്തിന് അടിമപ്പെടുകയും അതിൻ്റെ ഭാഗമായി നടക്കുന്ന വധ എന്ന രീതിയിൽ അദ്ദേഹം ഇതിനെ അവതരിപ്പിച്ചു. അതോടൊപ്പം തന്നെ കോടതിയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞത് എന്തിനു വേണ്ടി ടി.പി. ചന്ദ്രശേഖരനെ കൊന്നു, ആർക്ക് വേണ്ടി കൊന്നു, അതിന്റെ കാരണം എന്ത്, അത് ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ രീതിയിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പരമാവധി ശിക്ഷയിലേക്ക് പോകണം എന്ന വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. അതോടൊപ്പം തന്നെ പ്രതികളുടെ ജയിലിൽ അവർ കഴിഞ്ഞ 12 വർഷം കഴിഞ്ഞ സമയത്ത് അവരുടെ ഭാഗത്ത് കിടന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ കൂടി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതിലേക്ക് ജയിൽ സൂപ്രണ്ടിന്റെയും ജില്ലാ പ്രൊബേഷണറി ഓഫീസറുടെയും റിപ്പോർട്ടുകൾ കോടതിയുടെ മുന്നിലേക്ക് വന്നിരുന്നു. പക്ഷേ ആ കോടതിക്ക് മുന്നിലേക്ക് വന്ന ആ 2 റിപ്പോർട്ടുകളിലും ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഈ 2 സംവിധാനങ്ങളുടെയും റിപ്പോർട്ടുകൾ പര്യാപ്തമല്ല, അതിൽ അപൂർണതയുണ്ട് എന്ന വാദം പ്രോസിക്യൂഷൻ ഉയർത്തിയെന്നത് ശ്രദ്ധേയമാണ്. ഇതിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി പോലും കോടതി എടുക്കണമെന്ന് ഒരു ഘട്ടത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് കോടതിയിൽ പറയേണ്ടി വന്നു. കാരണം കൊടിസുനിയുടെയും TK രജീഷിന്റെയും ഒക്കെ കാര്യത്തിൽ അവർ ഈ ജയിലിൽ കിടന്നുകൊണ്ട് പല ക്രിമിനൽ പ്രവർത്തനങ്ങളുടെയും ഭാഗമായെങ്കിലും അതൊന്നും തന്നെ ഈ റിപ്പോർട്ടിൽ വന്നിട്ടില്ല എന്ന വളരെ ഗുരുതരമായ ആരോപണവും പ്രോസിക്യൂഷൻ ഉന്നയിക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ KK രമ ഇന്ന് കോടതിയിൽ ഈ വിഷയത്തെ അവതരിപ്പിച്ചത് തനിക്ക് രക്തം വേണ്ട, നീതി മതി എന്നതാണ്. അത്തരത്തിൽ വൈകാരികമായ ചില വാദഗതികളാണ് പ്രോസിക്യൂഷന്റെയും KK രമയുടെയും ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. എന്നാൽ പരമാവധി ശിക്ഷയായ വധശിക്ഷയിലേക്ക് പോകാതിരിക്കാൻ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രമുഖരായ ക്രിമിനൽ അഭിഭാഷകരാണ് ഈ ടി.പി. കേസ് പ്രതികൾക്ക് വേണ്ടി ഇന്ന് കോടതിയിൽ വാദം പറഞ്ഞത്. അവർ പറഞ്ഞത് ഇത് ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമല്ല, നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. സെഷൻസ് കോടതി, അതായത് വിചാരണ കോടതി, ഈ ശിക്ഷയുടെ കാര്യത്തിൽ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. അവിടെ പരിശോധിക്കാത്ത ഒരു വിഷയവും പുതുതായി പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷയായി വധശിക്ഷയിലേക്ക് പോകരുത് എന്ന വാദമാണ് അവർ ഉയർത്തിയിരിക്കുന്നത്. ആ 3.25 മണിക്കൂർ നീണ്ട വാദത്തിന്റെ തീരുമാനം അല്പസമയത്തിനകം തന്നെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരും. 3:30-ക്ക് ടി.പി. കേസ് പ്രതികളുടെ ശിക്ഷയിൽ അന്തിമ തീരുമാനം ഹൈക്കോടതിയിൽ നിന്നുണ്ടാകും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രതികളുടെ ശിക്ഷ ഉയർത്തുമോ, ശിക്ഷ ഉയർത്തുകയാണെങ്കിൽ അത് വധശിക്ഷയിലേക്ക് പോകും. അല്ല എങ്കിൽ കോടതിക്ക് നിലവിലുള്ള ജീവപര്യന്തത്തിൽ തന്നെ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയും. ആ വ്യവസ്ഥകളിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഈ രാഷ്ട്രീയ കേരളം, കാരണം ഒരുപാട് ഈ കേസുമായി ബന്ധപ്പെട്ട് അനുരണനങ്ങൾ അത് പൊളിറ്റിക്കലി ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വിധി കൂടി പുറത്തേക്ക് വരുന്നത്. ഈ പരമാവധി വധശിക്ഷയിലേക്ക് ജീവപര്യന്തത്തിൽ നിന്നും മാറ്റേണ്ടതുണ്ടോ എന്ന ചോദ്യം കോടതി എന്തായാലും നിരീക്ഷിക്കുമ്പോൾ അവിടെ സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാവില്ലേ? കാരണം അപൂർവങ്ങളായ കേസുകൾക്ക് പരമാവധി ശിക്ഷ, ഈ പറയുന്ന വധശിക്ഷ നൽകാവൂ തുടങ്ങിയ സുപ്രീം കോടതി നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളൊക്കെ അതൊക്കെ പരിഗണിച്ചൊക്കെ നമുക്കിനി അധിക നേരം വിലയിരുത്തലിൻ്റെ ആവശ്യമില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ വിധി വരികയാണ്. ആ ഒരു സമയത്തേക്ക് നമുക്ക് നിരീക്ഷണങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താണ് തോന്നുന്നത് ബിനിൽ? പ്രജീഷ്, അപൂർവമായ കേസുകളിൽ മാത്രമേ വധശിക്ഷ നൽകാൻ കഴിയൂ. അത്തരത്തിൽ അപൂർവമായി കാണാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഈ കേസിലുണ്ട് എന്നതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ധരിപ്പിച്ചിരിക്കുന്നത്. ഈ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ രീതി
അത് ഏതാണ്ട് 2009 മുതൽ നടന്നിട്ടുള്ള വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഒരു അസാസിനേഷൻ എന്നാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഈ കേസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. വാടക കൊലയാളികളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ എതിരാളിയെ ഇല്ലാതാക്കിയാണ് ചെയ്തിരിക്കുന്നത്. അത് അപൂർവങ്ങളിൽ അപൂർവമായി കാണണം. ആ മനുഷ്യന്റെ മുഖം വികൃതമാക്കി കളഞ്ഞു. അവസാനമായി TP ചന്ദ്രശേഖരനെ ഒന്ന് കാണാൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ വൈകാരികമായ വിഷയങ്ങൾ കൂടി കോടതിക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വധശിക്ഷ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നിരിക്കുന്നത്. അതേസമയം കോടതിക്ക് മുന്നിൽ ഈ വധശിക്ഷ നൽകുമ്പോൾ പ്രജീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് അപൂർവങ്ങളിൽ അപൂർവമാണോ എന്നത് പരിശോധിക്കേണ്ടി വരും. കഴിഞ്ഞ 12 വർഷം ഈ ജയിൽ ശിക്ഷ അനുഭവിച്ച പ്രതികൾ അവരുടെ ജയിലിലെ പെരുമാറ്റങ്ങളൊക്കെ തന്നെ കോടതിക്ക് പരിശോധിക്കേണ്ടി വരും. അവിടെ ഈ കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്ന 7 പേർ, ആ 7 പേരിൽ 6 പേർക്ക് കൊലപാതകത്തിന്റെ ഗൂഢാലോചന കുറ്റം പുതുതായി ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. അതിൽ അവർക്ക് എന്തായാലും ഒരു ജീവപര്യന്തം, ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ജീവപര്യന്തത്തിന് പുറമേ ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. അത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. അത് അവിടെ നിന്ന് ഉയർന്നു പോകുമോ, അതായത് പരമാവധി ശിക്ഷയായി വധശിക്ഷയിലേക്ക് പോകുമോ എന്നതാണ്. ശരി ബിനിൽ, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കുറച്ച് സമയത്ത് കൂടി എന്തായിരിക്കാം കോടതി ഈ കേസിൽ വിധി പറയാൻ പോകുന്നത്? പരമാവധി ശിക്ഷയിലേക്ക്, വധശിക്ഷയിലേക്ക് പോകുമോ? ആർക്കെങ്കിലും അങ്ങനെ പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ ഗ്രാവിറ്റി അനുസരിച്ച് കോടതി നൽകുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. കാത്തിരിക്കാം.